അതിലിപ്പോ നോർമലി നമുക്ക് ഒരു 50-60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50-60 രൂപ മുതൽ ട്യൂസർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആക്ച്വലി ഞാനൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആയിട്ടാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് ചുമ, ശ്വാസമുട്ട്, കഫക്കെട്ട്. നമുക്ക് അതിന്റെ സൂമിങ്ങും പിന്നെ അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിന്റെ മേലെ വെക്കുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാനൊരു ഫെസിലിറ്റി. 2008 CP ചെയ്തിട്ട് ഏതെങ്കിലും CP ഡാമേജ് വന്നിട്ടുണ്ടോ? ഒന്നും വന്നില്ലല്ലോ. ഗോഡയൊക്കെ പ്രഷർ ഗോഡ, അത് ഹിന്ദിക്കാര് പറയണേ, അത് കുതിരന്റെ വാലോ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇതൊരു പ്രൈസ് ഒരു ആവറേജ് ഒരു 300 രൂപ റേഞ്ചിൽ 5 പീസിനും കൂടി വരുള്ളൂ. ഹൈ ഓൾ, ഗുഡ് ഈവനിങ്. മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യന്മാരെയും സർവീസ് സെൻ്ററേയും അതേമാതിരി സ്പെയർ പാർട്സ് വിൽക്കണേ വാങ്ങണേ ഇവരൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയൊരു സീരീസ് ഉണ്ട്. ആ സീരീസിലെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്നുള്ളത് വളാഞ്ചേരിയിലാണല്ലോ കേട്ടോ. വളാഞ്ചേരിയിൽ ടൂൾ ഫിക്സ് പ്രോ പറഞ്ഞ സ്ഥാപനത്തിലാണുള്ളത്. അപ്പോൾ ടൂൾ ഫിക്സ് പ്രോ ഏകദേശം 2020-2021 കാലഘട്ടം മുതൽ ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരായിട്ട് നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇവരെന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്, എന്തൊക്കെ സർവീസസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അറിയാം. നേരെ ഷോപ്പിലേക്ക് കയറാം. ഇതാണ് ടൂൾ ഫിക്സ് പ്രോൻ്റെ ഒരു ഉൾവശം എന്നൊക്കെ. അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഓരോ സംഗതികളും ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് 1 by 1 ആയിട്ട് ഇവരെന്തൊക്കെ സർവീസസ് സെയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. അല്ലേ നോർക്കാം അല്ലേ? നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേ ഗൊറില്ല മൈക്രോസ്കോപ്പ് ആണല്ലേ, ഷാൻലിൻ്റെ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യണം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു കഥ ഉണ്ടാവും. അപ്പോൾ അൻവറാഖാൻ്റെയും ഈ ടൂൾ ഫിക്സ് പ്രോൻ്റെയും എന്താണ് ഇവരുടെ സ്റ്റോറി, എന്ന് മുതലാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, ഈ സ്ഥാപനം തുടങ്ങിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അൻവറാഖാനോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിച്ചിട്ട് അറിയാം. ഓക്കെ അൻവറാഖോ, എങ്ങനെയാണ് ഈ ഒരു ടൂൾ ഫിക്സ് പ്രോ പറഞ്ഞ ഈ ഒരു ടൂൾസിൻ്റെ ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങിയത്? അതിൻ്റെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ആക്ച്വലി ഞാനൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആയിട്ടാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ചെറിയ രീതിയിൽ പിന്നെ സോഫ്റ്റ്വെയർ ടൂൾസുകൾ സെയിൽ ചെയ്ത് കണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻലി ഞാൻ DZ-Gauge, ബോർണിയോ, UFI, UMT എന്നീ ടൂളുകളുടെ റീസെല്ലറായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പിന്നെ സോഫ്റ്റ്വെയറിനെക്കാട്ടും കൂടുതൽ ഹാർഡ്വെയർ സെക്ഷന് കൂടുതലായിട്ട് ആൾക്കാർ അതിലോട്ട് വന്ന സമയത്ത് എന്ത് ചെയ്തു, അതിനാവശ്യമുള്ള ടൂളുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി കണ്ട് ആണ് ശ്രമം നടത്തിയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വളരെ ദൂരത്തുനിന്നാണ്, ഡൽഹി എന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്ത്, അപ്പോൾ നമുക്ക് ആളുകളായിട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇത് സ്റ്റോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്ത് തുടങ്ങിയത്. അൽഹംദുലില്ലാ അത് വിജയമായി. അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സെയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സോഫ്റ്റ്വെയറിനെക്കാട്ടിലും കൂടുതൽ ഹാർഡ്വെയറിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഹാർഡ്വെയർ ഫീൽഡിലേക്ക് മാറി. ഹാർഡ്വെയർ ചെയ്യുന്ന സമയത്ത് തന്നെ സോഫ്റ്റ്വെയറിൻ്റെ പോലെയല്ല, ടൂൾസിന് ഭയങ്കര റിക്വയർമെൻ്റ് ആണ്, ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഡൽഹി മുംബൈയിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് വരാൻ നല്ല സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ വലിയ രീതിയിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ എന്തൊക്കെ ടൂൾസാണ് മെയിനായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് ഐഫോൺ, ആൻഡ്രോയിഡ് എല്ലാത്തിൻ്റെയും ഉണ്ടോ, അതോ ഏതെങ്കിലും സ്പെഷ്യലായിട്ടാണോ? ലാപ്ടോപ്പിൻ്റെത് ഉണ്ടോ? എങ്ങനെയാണ് ഇവിടെ? ഐഫോണിൻ്റെ ടൂൾസ്, ആൻഡ്രോയിഡിൻ്റെ ടൂൾസ്, ഐഫോണോ ആവശ്യമില്ല എല്ലാ ആധുനിക രീതിയിലുള്ള ടൂൾസുകളും, ഐഫോണിന് റീബോളിങ്ങിനുള്ള സാധനങ്ങളും, സപ്രഷന്, ലെയർ സപ്രഷന്, അതിൻ്റെ ചെക്കിങ്ങിന് ലൈവ് സോക്കറ്റ്, തെർമൽ ക്യാമറകൾ, അതുപോലെ തന്നെ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസുകളും, പിന്നെ മൈക്രോസ്കോപ്പ്, ഗ്ലോവർ, അയൺ, പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ബ്രാൻഡ് മാത്രമല്ല, മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാ മൾട്ടിപ്പിൾ ബ്രാൻഡ്സുകളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം കാണാൻ പറ്റും 16ന്റെ ഒക്കെ ഐ സോക്കറ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും. അതെ,
അതായത് എക്സ് മുതലുള്ള ഐസോക്കറ്റ് 16 Pro Max വരെയുള്ള ഐസോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്, റെഡി സ്റ്റോക്ക്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സർവീസ് ഇപ്പോൾ കേരളത്തിന് പുറത്തും സെയിൽ ഉണ്ടോ, അതോ കേരളത്തിൽ എങ്ങനെയാണ്? എല്ലായിടത്തും നമ്മൾ കൊറിയർ സർവീസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്കും പുറത്തോട്ട് അയച്ചു. ഇത്ര ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസിങ്ങിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ സെയിൽസ് മാനേജറായ ഷെബീറെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഷെബി, ഇവിടെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യണത്? ഞങ്ങളൊരു ടെക്നീഷ്യൻക്ക് വേണ്ട A to Z പ്രൊഡക്ട്സ് ഇവിടെ സെയിൽ ചെയ്യുന്നു. ടെക്നീഷ്യൻസ് വേണ്ട A to Z പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു സർവീസ് ടേബിൾക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും, ഒരു ടെക്നീഷ്യൻ വേണ്ട A to Z എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ മുതൽ എല്ലാ സാധനം എല്ലാം. അതായത് ഇപ്പോൾ ഒരു നോർമൽ ടെക്നീഷ്യൻക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാ സ്ക്രൂ ഡ്രൈവർ, ഫ്ലക്സ്, ഇവിടെ അങ്ങനെ നോർമൽ ഇതിൽ വരുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. ഇനി ഏറ്റവും ഹെവി ലെവലിൽ വരുന്ന ടെക്നീഷ്യന് വേണ്ട മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലോവർ ആണെങ്കിലും പവർ സപ്ലൈ ആണെങ്കിലും, ഇനിയിപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐസോക്കറ്റ്, തെർമൽ ക്യാമറ, അങ്ങനെ ഓൾമോസ്റ്റ് ടെക്നീഷ്യനൊക്കെ വേണ്ട ഒരു 90% പ്രൊഡക്ട്സ് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതും എല്ലാ വെറൈറ്റി ബ്രാൻഡിൽ, അതായത് ഇപ്പോൾ ഒരു തെർമൽ ക്യാമറ ആണെങ്കിൽ തന്നെ ക്യുവാൻലിയുടെ, സൺഷൈനിൻ്റെ, എംആൻഡിൻ്റെ, അങ്ങനെ എല്ലാ ബ്രാൻഡിലും വെറൈറ്റി സ്റ്റോക്ക് ഞങ്ങളിത് ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇവിടെ എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്, നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിക്കലുണ്ട്, ഈ സാധനം വാങ്ങാൻ എവിടെയാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഈ ടൂൾ ഫിക്സ് പ്രോ. കാരണം ഈ ഒരു ടേബിള്, ഇവിടുത്തെ ഒരു ടേബിള് ശരിക്കും ഇവിടെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇപ്പോൾ മൈക്രോസ്കോപ്പാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ആ ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൂമിങ്ങും പിന്നെ അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ മേലെ വെക്കുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രവാസികളായ ആൾക്കാർ കുറേ എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ട് ഏത് പ്രൊഡക്റ്റാണ് നല്ലത്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ നേരെ ടൂൾ ഫിക്സ് പ്രോയിൽ പോയിക്കോളി, അവിടെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് മൈക്രോസ്കോപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം, അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിയാൽ മതിയുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്നില്ല ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് പറയൂ. ഇവിടെ എനിക്ക് തോന്നുന്നത് മൊത്തം മൾട്ടിമീറ്റർ ആണ്, ഒക്കെ മൾട്ടിമീറ്റർ ആണ്. അതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ടെക്നീഷ്യൻക്ക് വേണ്ട അനലോഗ് മൾട്ടിമീറ്റർ മുതൽ ഡിജിറ്റൽ, അതിൽ ഓസിലോസ്കോപ്പ് ഓപ്ഷൻ വരുന്നത്, AI വോയിസിന്റെ AI കൺട്രോൾ വരുന്നത്, അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും എല്ലാ മൾട്ടിമീറ്ററും അവൈലബിൾ ആണ്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ നമ്മളെ PCB സ്റ്റാൻഡാണ്. അതിലിപ്പോൾ നോർമൽ നമ്മളെ ഒരു IC മാത്രം ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഫുള്ള് ഗ്ലാസ് ടൈപ്പിൽ വെറൈറ്റി മോഡൽസ് ആണ്. ഇതൊക്കെ ലേറ്റസ്റ്റ് വന്നത് സാധനം. ലേറ്റസ്റ്റ് ഇപ്പോൾ ഗ്ലാസ് ടൈപ്പിലാണെങ്കിൽ 2UL ഉണ്ട്, റിലൈഫ് ഉണ്ട്, അതുപോലെ മിജിങ്, എംആൻഡ്, അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഇപ്പോൾ ഈ ഗ്ലാസ് ടൈപ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡൽസ് ആണ് ഗ്ലാസ് ടൈപ്പ്. ഇത് ഐസിയും ചെയ്യാൻ കഴിയും, അതുപോലെ ബോർഡും ചെയ്യാൻ കഴിയും. അത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം. അതുപോലെ ഇനിയിപ്പോൾ സാധാ നോർമൽ ടെക്നീഷ്യന്മാർക്ക് ആവശ്യമുള്ള എല്ലാതും, അതായത് ഇപ്പോൾ ചെറിയ നോർമൽ PCB സ്റ്റാൻഡ് മുതൽ ഹൈ എൻഡ് ആയിട്ടുള്ള എല്ലാ മോഡൽസും PCB സ്റ്റാൻഡ് ഒരു 25-30 വെറൈറ്റി മോഡൽസ് ഇപ്പോൾ ലൈവ് സ്റ്റോക്ക് ഉണ്ട്. അത് എല്ലാ ബ്രാൻഡിലും ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് സാധാ നോർമൽ UV ലൈറ്റ്, അതിൽ തന്നെ UV വിത്ത് ഫാന് വരുന്നത്, അതില് റീചാർജബിൾ ആയിട്ടുള്ളത്, അത് ഡയറക്റ്റ് കൊടുക്കുന്നത്, അങ്ങനെ UV ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ ബൂട്ട് കേബിളുകളാണ്. ഇതൊക്കെ ഐഫോണിന്റെ ഓൺലി, ഇതൊക്കെ ഐഫോണ് നമ്മൾ ഓൺ ആക്കാൻ പറ്റുന്ന ബൂട്ട് കേബിൾ. അതിൻ്റെ ഇപ്പോൾ ക്യുവാൻലിയിലുണ്ട്, റിലൈഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, 2ULന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വന്ന, അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ നോർമൽ ബൂട്ട് കേബിൾ ആണെങ്കിലും YCS, ക്യുവാൻലി, മെക്കാനിക്, 2UL, അങ്ങനെ എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ്. എല്ലാ മൾട്ടിപ്പിൾ ബ്രാൻഡ്സിന്റെ സാധനങ്ങളുണ്ട്. എല്ലാ പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ അതില് ആൾമോസ്റ്റ് ഇപ്പോ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ലൈവ് സ്റ്റോക്ക് ഉണ്ട്. ഒരു കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നൊരു കസ്റ്റമർ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഡെലിവറി ചെയ്യാം. ഒക്കെ ലൈവ് സ്റ്റോക്ക് ആണ്. അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്നൊരു സാധനമാണ് ഇത്, പോർട്ട് ചെക്കർ, ആൻഡ്രോയിഡും ഐഫോണൊക്കെ പറ്റുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് സാമ്പിൾ അയച്ചു ഞങ്ങള്. അതിൽ തന്നെ ഇപ്പൊ 2-3 ബ്രാൻഡില് ഒക്കെ അതും അവൈലബിൾ ഉണ്ട്. റിലൈഫിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ മെക്കാനിക് വരുന്നുണ്ട്, ക്യുവാനിൽ വരുന്നുണ്ട്, അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഇതൊക്കെ ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ അപ്ഡേഷൻ കോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ നേരെ
നോർമൽ വർക്കിൽ നിന്ന് നേരെ അപ്ഡേഷൻ ചെയ്ത് വരുമ്പോൾ CPU ചെയ്യാനുള്ളത്. അതിലിപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഇത് ഈ ഒരു ബ്രാൻഡാണ്, ഹോങ് ഹൈ തോങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അത്ര യൂസ്ഫുൾ ആണ് സാധനം. ഇതിൽ എന്താ 6 ബ്ലേഡ് വരും, പ്ലസ് ഇതിൻ്റെ കൂടെ വുഡിൻ്റെ 3 ഹാൻഡിൽ വരും. ഈ ഒരു CPU ബ്ലേഡിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അത് ഹോങ് ഹൈ തോങ്ങിൽ ഇത് വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, ക്യുആലിയുടെ തന്നെ ഡിഫറൻസ് ടൈപ്സ് വരുന്നുണ്ട്. അതുപോലെ ഇത് RF4ൻ്റെ ആണ്. ഇത് മിജിങ്, YCS, 2U, LA, M&, അങ്ങനെ ആൾമോസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡും ഉണ്ട്. മാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഈ ഒരു ബ്രാൻഡാണ്. ഇതാണ് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇതൊരു പ്രോ സാധനമാണ് അല്ലേ? അതെ. ഇതിന്റെ സെപ്പറേറ്റ് ഇങ്ങനത്തെ ബ്ലേഡ് സെപ്പറേറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണത് ഇതിന്റെ നമ്മൾ IC ലിഫ്റ്റ് ചെയ്യാനുള്ളതും ഗമ്മ് കട്ട് ചെയ്യാനുള്ളതുമാണ്. ഇതിപ്പോ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങാൻ കഴിയാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്ലേഡുകൾ സെപ്പറേറ്റ് ഉണ്ട്. ഇതപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ലിഫ്റ്റ് ചെയ്യാനുള്ള ബ്ലേഡുകളാണ് ഇതിൽ മൊത്തം, അതായത് IC ലിഫ്റ്റ് ചെയ്യാനുള്ള. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണ് നമുക്ക് ഗമ്മ് കട്ട് ചെയ്യാൻ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ CPT കോമ്പറ്റീഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. ഇതെന്താ വെച്ചാൽ ഈ ലിഫ്റ്റ് ചെയ്യണതൊക്കെ നമുക്ക് ഒരിക്കലും CPU ഇത് ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല, സ്കിൻ ഡാമേജ് വരില്ല, സ്മൂത്താണ്. ഇതെന്താ വെച്ചാൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇനിയിപ്പോ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാ ബ്ലേഡുകള്, സാധാ ഇപ്പോൾ ബാക്ക് ഗ്ലാസ് ചെയ്യാനുള്ളതാണെങ്കിലും ഇതാക്കുകയാണെങ്കിലും ഇപ്പൊ ഇത്രയും മോഡൽസ് ബ്ലേഡുകൾ അവൈലബിൾ ഉണ്ട്. ഇപ്പൊ നമ്പർ 1, നമ്പർ 4, നമ്പർ 4A, നമ്പർ 17, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ഈ നമ്പർ 17 കോമൺ ആയിട്ട് നമ്മൾ ഇതിലൊക്കെ വണ്ടി ചെയ്യണതാണ്. നമ്മളെ ബാക്ക് ഗ്ലാസ് ചെയ്യുമ്പോഴൊക്കെ കോമൺ ആയിട്ട് ചെയ്യണം നമ്പർ 17, 18 അങ്ങനത്തെ ഒക്കെ. ബ്ലേഡ് എല്ലാതും ഉണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്ന ബ്ലേഡ് ഉണ്ടാവില്ല ഇവിടെ. നല്ല സ്പെയർ പാർട്സ് ചെയ്യണ ആരത്തും അങ്ങനെ ഉണ്ടാവില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതെന്താ കുപ്പിയില്, മെക്കാനിക്കിന്റെ കുപ്പിയില് അവിടെ ലിക്വിഡ് ഒക്കെ ഉണ്ടോ? ഇത് നമ്മളെ സാധാ അകത്തേക്ക് വരാം. ഫ്രെയിം റിമൂവറിന്റെ ലിക്വിഡ്, അതിന് 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മളെ OCNന്റെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ, അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഡിസ്പ്ലേ ആയിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അപ്പൊ പുതിയ വരുന്നേ, റിലൈഫിന്റെ ഒരു ലിക്വിഡ് ഉണ്ട്. റിലൈഫിന്റെ ലിക്വിഡ് ഇപ്പൊ ഈ ഒരു സാധനം തന്നെയാണ്. ഒരു ബ്ലാക്ക് ഇതിലാണ് വന്നത്, ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഷെബിയെ, എന്താണ് ഇവിടെ കുറെ ട്യൂസേഴ്സ് ഉണ്ടല്ലോ, ഇതെന്താ ഇത്ര ടൈപ്പ് ട്യൂസേഴ്സ്? ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നോർമൽ ടെക്നീഷ്യൻ മുതൽ ഹൈ എൻഡ് ടെക്നീഷ്യൻക്ക് വരെയുള്ള ട്യൂസർ. ഇപ്പൊ ഈ ഇരിക്കണതൊക്കെ ബെൻഡ് ട്യൂസർ ആണ്. ഇവിടെ നിങ്ങട്ടാണെങ്കിൽ ഇതൊക്കെ സ്ട്രൈറ്റ് ആണ്. അതിലിപ്പോ നോർമൽ നമുക്കൊരു 50-60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50-60 രൂപ മുതൽ ട്യൂസർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏതാണ് 50 രൂപ ട്യൂസർ എന്ന് കാണിച്ചത്? ഇപ്പൊ നോർമൽ ആയിട്ട് വരുന്നതാ. ഇതൊക്കെ ആണെങ്കിൽ ഒരു 60 രൂപ. അപ്പൊ ബെൻഡില് അതുപോലെ ഇത് ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നുള്ളൂ. ഈ ജിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അങ്ങനെ കുറെ ഉണ്ട്. അതൊരു 50-60 രൂപ, ഒരു 100-120, അതായത് ഏത് റേഞ്ചുള്ള ആൾക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഇനിയിപ്പോ കുറച്ച് ക്വാളിറ്റി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ 2UL ഉണ്ട്, പിന്നെ അതുപോലെ M&ലുണ്ട്, മിജിങ്ങിലുണ്ട്, ക്യുആലിലുണ്ട്. അങ്ങനെ കുറെ ബ്രാൻഡുകൾ ഇതിൽ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ അതുപോലെ ഇതിന് തന്നെ ബെൻഡ് സ്ട്രൈറ്റ്, അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഏത് ക്വാളിറ്റി ആണെങ്കിലും ഏത് റേഞ്ച് വേണമെങ്കിലും നമ്മളെ അടുത്ത് ഇപ്പൊ ട്യൂസറിൽ ഇരിക്കണതൊക്കെ ഇപ്പൊ ട്യൂസേഴ്സ് ആണ്, ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നോർമൽ ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, PPD, വിക്ക്, മൈക്രോ ജമ്പർ, പിന്നെ ഇതൊക്കെ ഇപ്പൊ മറ്റേ ക്യാമറയുടെ ഇഷ്യൂസിന് വരുമ്പോ ഉള്ളതാണ്. ആന്റി ഷെയ്ക്ക് വരുന്നത്, ഇത് നമ്മളെ ആന്റി ഷെയ്ക്ക് ഗ്ലൂ, അതേപോലെ തന്നെ ക്യാമറന്റെ ബ്ലൂ റേ, അതായത് ബ്ലൂ ലെൻസ് ഉണ്ടാകത്ത് അത് ഫിക്സ് ചെയ്യണതുണ്ട്. പിന്നെ ഓക്കെ, ക്യാമറന്റെ ഉണ്ട് അല്ലേ, ക്യാമറ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇനി തേടി പോകണ്ട. ഇന്നലെയും കൂടി എനിക്ക് എൻക്വയറി വന്നിട്ടുള്ളൂ. ഇത് ഈ ലിക്വിഡിന്റെ ഇത് ഇവിടെ ടൂൾ ഫിക്സ് പ്രോയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ജമ്പറുകള്. സാധാരണ നമ്മളെ നോർമൽ ജമ്പർ മുതൽ മൈക്രോ ജമ്പർ, അതിൽ തന്നെ 0.1, 0.2, അതിൽ തന്നെ കോട്ടിങ് ഉള്ളത്, കോട്ടിങ് ഇല്ലാത്തത്, അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടില്ല. പിന്നെ ഏറ്റവും കുറഞ്ഞ തിക്നെസ് കുറഞ്ഞാണെങ്കിൽ 009, 007, അങ്ങനെ എല്ലാ നാനോ ജമ്പർ, മൈക്രോ ജമ്പർ, നോർമൽ ജമ്പർ, അങ്ങനെ എല്ലാം. അതിപ്പോൾ ഇത് പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ്. 2UL ഉണ്ട്, സൺഷൈൻ ഉണ്ട്, മിജിങ് ഉണ്ട്, മെക്കാനിക് ഉണ്ട്,
അങ്ങനെ നോർമൽ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും സാധനമൊക്കെ ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് വരുന്നത് നോർമൽ കട്ടറോളാണ്. നോർമൽ കട്ടർ ഇതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ആയിട്ട് വരുന്ന 2L M&L അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഇപ്പോൾ IC ഗ്രൈൻഡിങ് ഒക്കെ ഡിസ്പ്ലേസ് ഒക്കെ ചെയ്യുമ്പോൾ മിനി CNC മെഷീൻ അത് എല്ലാ ബ്രാൻഡിലും ഉണ്ട്. അങ്ങനെ കട്ടറോളൊക്കെ 2 ടൈപ്പും ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് വരുന്നത് ഇപ്പൊ നമ്മളെ CPU നേരത്തെ ബ്ലേഡ് ഇതിൽ പറഞ്ഞ പോലെ അത് വിത്ത് ഹാൻഡിലാണ്. ഇത് ബ്ലേഡ് ഓൺലിയോള് വരുന്നതാണ്. ഇത് ഇപ്പൊ ആ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് CPU ചെയ്യണ ഏത് ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാം. അതന്നെ ഇപ്പൊ M&L ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, അതുപോലെ മെഗാഐഡിയുടെ ഈ ബോട്ടിൽ ഇത് കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ട മനസ്സിലാവും. നമ്മുടെ എല്ലാ മോഡലും ഓരോന്ന് വരുന്ന മെഗാഐഡിയുടെ ഇത് നല്ല ഇതിന്റെ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ആവില്ല, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ബ്ലേഡുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലേഡിന്റെ ഹാൻഡിൽ, ഇപ്പോൾ ബ്ലേഡിന്റെ ഹാൻഡിൽ സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഒക്കെ വരുന്നതുണ്ട്. സിംഗിൾ സൈഡ് ഡബിൾ സൈഡ് ഒക്കെ വരുന്നത് ഇതേപോലെ മൾട്ടി ബ്രാൻഡിലുണ്ട്. പിന്നെ ഇത് ബ്രഷോളാണ് വരുന്നത്. ഇത് നമ്മളെ സാധാ നോർമൽ ബ്രഷ്. ഇത് ഡബിൾ സൈഡ് ബ്രഷിൽ തന്നെ പിന്നെ മൾട്ടി ബ്രാൻഡ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് ഹോഴ്സ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഗോഡയൊക്കെ ബ്രഷ് അറിയും. ഗോഡ അത് ഹിന്ദിക്കാര് പറയണേ. അത് കുതിരന്റെ വാലോ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്കും CPU ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ടൂളാണിത് ഈ സാധനം. പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ കുറച്ച് റേറ്റ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ എന്താ YCS ഉണ്ട് ഡബിൾ സൈഡ്. പിന്നെ അതുപോലെ 2UL വരുന്നുണ്ട്. 2ULന്റെ അപ്പോൾ നമ്മളെ കുതിരവാലിന്റെ ബ്രഷ് പറഞ്ഞില്ല, അതിന്റെ സെയിം ഇത് വരുന്ന കുറച്ച് പ്രൈസ് ബ്രൗൺ, ഗോൾഡ്, സിൽവർ അങ്ങനെ എല്ലാ ടാപ്പുകള്. അതുപോലെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മളെ CPU-ന്റെ ഒക്കെ ഗമ്മ് കളയുന്നത്, ജപ്പാൻ ബ്ലേഡ്. അത് ഇപ്പൊ CPU കോമ്പറ്റീഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് എത്ര വരുന്നുണ്ട് ഒരു പാക്ക്? ഇതൊരു പ്രൈസ് ഒരു ആവറേജ് ഒരു 300 രൂപ. ഇത് ജപ്പാന്റെ വരുന്നല്ലേ? അത് ജപ്പാൻ മേഡ് ഇൻ ജപ്പാനാണ് വരുന്നത്. ഓക്കെ. CPU കോമ്പറ്റീഷനിലൊക്കെ ഇപ്പോൾ അധികം ആൾക്കാർ യൂസ് ചെയ്യാൻ CPU ക്ലീൻ ചെയ്യാൻ, ബോർഡ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡാണിത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഇമ്രാൻ ചൗധരിൻ്റെ വീഡിയോ വരെ കണ്ടു, ഇന്ന് കണ്ട വീഡിയോ, അതിലും ഈ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് ബോർഡ് ക്ലീൻ ചെയ്യാൻ. വെരി ഫാസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. വർത്താണ്. ആകെ 5 പീസിന് 300 രൂപേൻ്റെ റേഞ്ചിലേ വരുന്നുള്ളൂ. ഇത് നമ്മളെ കണ്ടക്റ്റീവ് പേസ്റ്റ് വിത്ത് ബ്ലേഡ്. ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാതും നമ്മളത് മൾട്ടി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ അത് വൈലിഡ് ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉള്ളത് മറ്റേ YCS സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ വൈലല്ലേ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കുറെ കാലമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. വൈലാണ് എനിക്ക് കൊടുന്നത് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട്. വൈലാണ് ഈ കണ്ടക്റ്റീവ് പേസ്റ്റ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ CPU ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുന്നത് PPD ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു CPU കോമ്പറ്റീഷൻ വന്നപ്പോ ഒരു തവണ എല്ലാവരും അനുഭവിച്ചൊരു സംഭവമാണത്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2UL, കൈസി, പിന്നെ അതേപോലെ M&, കൈസിയിൽ തന്നെ ഇപ്പോ 138 വരും, 183 വരും, പിന്നെ 220 വരും, അമോയി, YCS അങ്ങനെ എല്ലാ ബ്രാൻഡിലും എല്ലാ ഇതും ഇപ്പോൾ 138 ആയിക്കോട്ടെ, 183 ആയിക്കോട്ടെ, ഇപ്പോൾ 199 ആണ് ഇത് വരുന്നത്, 220 അങ്ങനെ എല്ലാ ബ്രാൻഡിലും എല്ലാ എത്ര ഡിഗ്രി ഇത് വേണമെങ്കിലും നമ്മളിത് ലൈവ് സ്റ്റോക്ക് ഉണ്ട് PPD-കൾ. ഇതിൽ ചിലതിലൊക്കെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് അറിയുമ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ അല്ലേ? അതാണല്ലോ ഡേറ്റ്. ഇതിപ്പോ പറഞ്ഞാൽ ഇപ്പൊ 2025 വന്നതാണ് 7-ാം മാസം 1-ാം തീയതി. അതായത് ഇപ്പോ ജസ്റ്റ് ഇപ്പോ പുതിയ സ്റ്റോക്കാണ്. അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം ജസ്റ്റ്. ഓക്കെ. ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറെ ക്യാമറാസ് ആണ്, മൈക്രോസ്കോപ്പ് ക്യാമറകളാണ്. അതിലിപ്പോ നോർമലി HD മുതൽ 4K വരെയുള്ള എല്ലാം ഉണ്ട്. അതിലിപ്പോ ഫോർവേഡ് ഉണ്ട്, RF4, M&, മിജിങ്, റിലൈഫ്, മെക്കാനിക്, ആൾമോസ്റ്റ് എല്ലാം ഉണ്ട്. അതിൽ ഈ 2 ക്യാമറ നോക്കുകയാണെങ്കിൽ ഇത് മൈക്രോസ്കോപ്പ് ക്യാമറ വിത്ത് മൾട്ടിമീറ്റർ ആണ്. അതായത് നമ്മൾ TV-യിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതും ഇത് R4 ഈ ഒരു മോഡലും ഇത് നമുക്ക് അതിന്റെ സൈഡിൽ തന്നെ ആ ഒരു സ്ക്രീനിൽ തന്നെ നമ്മളെ മൾട്ടിമീറ്ററിൽ അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ആ ഒരു സ്ക്രീനിൽ തന്നെ. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഇതിന്റെ ഇടയിൽ കൂടെ എടുക്കാൻ കാരണം ഇത് 4K അല്ലേ വരുന്നേ? ഇതല്ലേ ഞാൻ കൊണ്ടുപോയേ?
അതുണ്ടോ അവിടെ സ്റ്റോക്ക്? ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇതുപോലത്തെ ഒരു ക്യാമറയാണ് കൊണ്ടുപോയത്. കുറെ ആൾക്കാരിന്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിരുന്നു ഏത് ക്യാമറയാണ് യൂസ് ചെയ്യാന്നുള്ളത്. ഇത് C1 ആണ്, C7 പറഞ്ഞ മോഡലാണ്. ഒന്നുകൂടി വൈഡ് ആയിട്ട് കിട്ടും. അതിലൊന്നുകൂടി വൈഡ് ആയിട്ട് കിട്ടും. അതായത് നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട് പർപ്പസിനൊക്കെ അത് ഒന്നുകൂടി നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ബോർഡിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വൈഡ് ആയിട്ട് കിട്ടും. അത് RF4 C7 എന്ന് പറഞ്ഞതാണ്. C7 പറഞ്ഞ മോഡലാണ് അല്ലേ? ഇത് C1 Pro ആണ്. സ്റ്റോക്ക് ഔട്ട് ആണ്. ജസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് വരുന്നുണ്ട് സാധനം. ലൈവ് സ്റ്റോക്ക്. കാരണം ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് ഏതാണ് ക്യാമറ അമ്മൊരു ക്ലാരിറ്റിയാണ്. ഓക്കെ. ഇനി ഇവിടെ ഇങ്ങനെ വരുമ്പോ കുറെ USB അതിപ്പോ നോർമൽ മുതൽ ഇപ്പൊ ഹൈ റേഞ്ചിലുള്ള എല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യണതാണ് നമ്മള് സൺഷൈൻ ഈ ഒരു മോഡല്. അതിൽ തന്നെ ഒന്നും കൂടി അപ്ഡേറ്റ് ആയ മോഡലാണ് അതിന്റെ ഒരു സീറ്റ് വരുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ 6 പോർട്ടിൽ ഒരു ക്വിക്ക് ചാർജിങ് വരും. ഇതിലൊരു സീയും കൂടി വരും. അതിൽ തന്നെ അപ്ഡേറ്റ് ആയ മോഡൽസ് ആണ് ഇതൊക്കെ. ഇത് 100 വാട്ട്സ് ഒക്കെ വരുന്നത്, ഫാസ്റ്റ് ചാർജിങ്, അതായത് വയർലെസ് ക്വിക്ക് ഫാസ്റ്റ് ചാർജിങ്, 2 ടൈപ്പ് സി, 2 ക്വിക്ക്, 4 അങ്ങനെ എല്ലാ. അതായത് ഇതിൽ തന്നെ മൾട്ടി ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് M&ന്റെ, ഇത് റിലൈഫിന്റെ, മെക്കാനിക്, അങ്ങനെ എല്ലാം ആൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നമ്മളത് ലൈവ് സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മള് ക്യാമറന്റെ ഡോട്ട് കളയണേ അല്ലേ? ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് അൾട്രാസോണിക് ക്ലീനറിൽ ഇട്ടിട്ട് നമ്മളെ ക്യാമറ ഡോട്ട് വരുമല്ലോ, ഐഫോണിന്റെ ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നുണ്ട്, അത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് അൾട്രാസോണിക്കിൽ ഇടുക, ക്യാമറ ഇറക്കി വെക്കുക, പിന്നെ അത് ഓൺ ആക്കുക അല്ലേ? ഈ ഒരു സെറ്റ് ലിക്വിഡ് ഫ്ലക്സ് ബോണ്ടിങ്ങിന്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യണതാണ്. ഫ്ലക്സ് റിമൂവ് ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്യണത്. പിന്നെ ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യണതിനെ കാരണം നമ്മള് 530 ആണെന്നുണ്ടെങ്കിലും പിന്നെ വാട്ടർ മറ്റേ ബോർഡ് ക്ലീൻ ചെയ്യണ PCB ക്ലീനർ IP ഇതാണ് ഞാൻ യൂസ് ചെയ്യണേ RL1000. അത് റിലൈഫിലുണ്ട്, മെക്കാനിക്കലുണ്ട്, മെഗാ ഐഡിയൽ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ഒന്നുകൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിക്കുന്നത് ഇതാണ് റിലൈഫിന്. ഞാൻ മെക്കാനിക്കിന് 850 യൂസ് ചെയ്തതിനെ, ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. ഇത് കില്ലാടി സാധനമാണ് വരുന്നത്. നമ്മളെ സാധാ നമ്മൾ ഈ IP ഒക്കെ യൂസ് ചെയ്യണ അതിന്റെ ഗ്ലാസ് ബോട്ടിലുള്ള ഇതൊക്കെ ഇത് അമോയിലാണ്, ഇത് റിലൈഫിലാണ്. അങ്ങനെ മൾട്ടി ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ എല്ലാവരും നോർമലായിട്ട് യൂസ് ചെയ്യണത്. അതെ, ഇത് വളരെ ബോട്ടിലാണ്. പക്ഷെ ഇതിന്റെ തന്നെ ഇപ്പൊ ഒരു ESD ടൈപ്പ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ലിക്വിഡുകളൊക്കെ കുറെ കാലം എടുത്ത് വെക്കുമ്പോൾ ഇതിന് ലീക്ക് വരും. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ അതിന്റെ ഒന്നും കൂടി സ്ട്രോങ് കൂടി ESD ടൈപ്പ് വരുന്നുണ്ട്. ESD സേഫ് 12 പ്രോന്റെ. ഇനി എന്തൊക്കെയല്ലേ ഇത് വരുന്നത്? സെപ്പറേറ്റർ നോർമൽ സെപ്പറേറ്റർ വരുന്നുണ്ട്, ടാബ് ഒക്കെ ചെയ്യാനുള്ള വരുന്നുണ്ട്. ഇത് പിന്നെ 360 എഡ്ജ് എല്ലാ ഓപ്ഷനും ഉള്ളതാണ്. ഇത് 360 പറ്റും. പിന്നെ ഇത് നമുക്ക് എഡ്ജ്, ഇപ്പൊ എല്ലാവരും എഡ്ജിക്ക് മാറുന്ന ടൈമാണല്ലോ, ഇപ്പൊ എഡ്ജ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതിൽ തന്നെ നമ്മളെ ഐഫോണിന്റെ ഒക്കെ ഡിസ്പ്ലേ ഓപ്പണിങ്ങും കൂടി പറ്റും ഇതില് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഓട്ടോമാറ്റിക് സക്കിങ് ആണ്. ഇതിൽ വെച്ചിട്ട് ഇതിലുണ്ടോ ഒക്കെ സെപ്പറേറ്റ് ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഹീറ്റിങ്ങിന്റെ ബട്ടൺ ആകുമ്പോൾ ഇത് ചൂടാവും മാത്രം. ഇത് അപ്പ് സക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡിസ്പ്ലേ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ വെച്ചിട്ട് ഓട്ടോമാറ്റിക് സക്കിങ് ആണ്. ഇതിലൊരു വാക്യൂം കൊടുത്തിട്ടുണ്ട്. വാക്യൂം വരുന്നുണ്ട്. പിന്നെ നമ്മള് ഇതിലിങ്ങനെ ചെറിയ അളവിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഇങ്ങനെ കറക്റ്റ് പൊങ്ങി വരുന്നത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നമുക്ക് റിമൂവബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാ നോർമൽ ഗ്ലാസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ളതും ഇതിൽ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ നമ്മളെ സാധാ നമ്മളെ ക്വിക്ക് H6 ഉള്ള മാതിരി ചാനൽ സെറ്റിംഗ് കാര്യങ്ങള് അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇത് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് സെറ്റ് ചെയ്യുക, ചാനൽ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ ഫോർവേഡിലുണ്ട്, സൺഷൈൻ, YCS, ക്വാൻലി, അങ്ങനെ എല്ലാ ബ്രാൻഡിലും നമ്മളിത് സെപ്പറേറ്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതായത് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ മൾട്ടി ബ്രാൻഡ് മൾട്ടി പർപ്പസ് ഉള്ളതെല്ലാം അതും നമ്മളിത് ലൈവ് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇപ്പൊ എല്ലാവരും സാധാ മൈക്രോസ്കോപ്പ് ബേസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോ ആം സ്റ്റാൻഡ്, ബൂം സ്റ്റാൻഡ്. ആദ്യം ഇപ്പൊ R4 ഒക്കെ ബൂം സ്റ്റാൻഡ് വന്ന സമയത്ത് നമ്മളെ ടേബിളില് അത്രയും വെയിറ്റ് ഉള്ള സാധനം കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ മെക്കാനിക്കിന്റെ ആം സ്റ്റാൻഡ് ആണ്. ഇതെന്താ വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യണത് അതിലൊരു 30 സെന്റിമീറ്റർ ബാക്കിൽ നമ്മളെ ടേബിളിൽ തന്നെ സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ തന്നെ നമുക്ക് കുറച്ചും കൂടി പവർ കൂടിയത് വേണമെങ്കിൽ ഇതിലുണ്ട്. ഇതില് ഇതിന്റെ ഇതിപ്പോ അതിന്റെ ലേറ്റസ്റ്റ് മോഡൽ വന്നതാണ്. അതുപോലെ അതിന്റെ തന്നെ റിലൈഫ് വരുന്നുണ്ട്. ഇതിപ്പോ അതിന്റെ റിലൈഫിന്റെ പുതിയ മോഡൽ വന്നതാണ്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് പറഞ്ഞാല് ഇതില് ഡബിൾ ബെയറിംഗ് വരുന്നതാണ്. അതായത് ചിലവിലൊക്കെ ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മളെ പറഞ്ഞ മെക്കാനിക്കൽ ഇതാക്കുമ്പോ ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഡബിൾ ബെയറിംഗ് വരുന്നതാകുമ്പോ
നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ മൈക്രോസ്കോപ്പ് ഇതിൽ സെറ്റ് ചെയ്തതിനു ശേഷം വെച്ചാലും അങ്ങനെ താഴ്ന്നു വരിക എന്നുള്ളൊരു ഇഷ്യൂ വരില്ല, പ്രശ്നം വരില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വന്നതാണ് ഡബിൾ ബെയറിംഗ് ഉള്ളത്. ഇത് ശരിക്കും യൂസ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സ്പേസിലാണ് ഫിക്സ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പയറിങ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്യാനും സുഖമാണ്. അതേപോലെ തന്നെ നമ്മൾ ഐപാഡ് മാക്ബുക്ക് ഒക്കെ റിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ടാവും. മറ്റേത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് അവിടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചൊരു മൂലക്ക് ഈ ഒരു കുറച്ച് ഒഴിവാക്കിയിട്ട് എത്ര 30 സെന്റിമീറ്റർ അല്ലേ, 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് വെക്കാം. അപ്പൊ അത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അയക്കാനും പിന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ സാധാരണ മൈക്രോസ്കോപ്പ് ഇതാക്കുകയാണെങ്കിൽ ഇതുമ്മ തന്നെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അതെ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ ഒരു ബേസ് ഒഴിവാക്കിയിട്ട് നേരെ ഇതിലും സ്ക്രൂ ചെയ്താല് ഈ ഒരു ബേസ് ഒഴിവാക്കിയിട്ട് നമുക്ക് സാധാരണ ഒരു നോർമൽ മാറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ഒന്നാമത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് നമുക്ക് എപ്പോഴും ഫ്രീ ആയി നിൽക്കും. അതാണ് അതിന്റെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖം. വേറെ ഇപ്പൊ നമ്മളൊരു വേറെ പ്രൊഡക്റ്റ്, ഇതൊക്കെ എന്താ മെഷീന്? അത് പുതിയ മോഡൽ ഒരു അയൺ സ്റ്റാൻഡ് ആണ്. അയൺ സ്റ്റാൻഡ് പ്ലസ് അതിന്റെ കൂടെ ഒരു നമ്മള് ലെഡ് റോൾ നമ്മൾ യൂസ് ചെയ്യല്ലോ, PPD യൂസ് ചെയ്യുന്ന, അപ്പൊ അതും കൂടി വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഇത്. അതുപോലെ നമ്മള് ബ്ലോവർ വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇപ്പൊ ഇത് H61 ആണെങ്കിലും 2008 ആണെങ്കിലും ഏത് ബ്ലോവർ ഓട്ടോ കട്ട് ഓഫ് അതിന്റെ അടിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് IC ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കൈ പിടിച്ചിട്ടാണല്ലോ നോർമൽ ചെയ്യാം എല്ലാം. അപ്പൊ ഇത് അയിമ തന്നെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡാണ്. അതായത് ഇത് സെറ്റ് ചെയ്ത് വെക്കും, ഇതിന്റെ താഴെ നമ്മൾ IC വെക്കും അല്ലെ, ഐസിയും കാര്യങ്ങളും വെച്ചിട്ട്. മറ്റേ നമ്മളിങ്ങനെ കയ്യില് ഇങ്ങനെ ഷെയ്ക്കിങ്ങിന്റെ ഇഷ്യൂ വരില്ലോ, ഇത് കറക്റ്റ് നമുക്ക് അതിന്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം. പിന്നെ ഇത് നോർമലായിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്യണതിന്റെ അടുത്ത് നമ്മളെ ഇപ്പൊ ഫ്ലക്സും PPD ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോഗിന്റെ ഇഷ്യൂ. ഇപ്പൊ ഒരു തവണ എല്ലാവർക്കും ഉണ്ടാവും അലർജിയുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞാനൊരു അലർജിയുടെ പ്രശ്നമുള്ള ഒരാളാണ്. പക്ഷെ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മള് അങ്ങനത്തെ ഇതിപ്പോൾ നമ്മളെ മുഖത്തേക്ക് വരുന്ന ഫ്ലക്സിന്റെ ആണെങ്കിൽ അതേപോലെ റോസിന്റെ ഒക്കെ നല്ല പുക ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2L ഒരു പ്രൊഡക്റ്റാണ്. ഇത് പല ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ 2Lന് വേണ്ടി ചെയ്തത്. ഒന്ന് ഇതിൻ്റെ വീഡിയോ, പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ആ സ്റ്റെൻസിൽ വെക്കുന്ന ഒരു ഹോൾഡർ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത്. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് 2L കുറേ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക്, കാരണം ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മുപ്പത് ഷെബി പറഞ്ഞ മാതിരി തന്നെ ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് ചുമ, ശ്വാസമുട്ട്, കഫക്കെട്ട്, വിട്ടുമാറാത്ത കഫക്കെട്ട്. കാരണം അതിന് മെയിൻ കാരണം നമ്മളെ സോൾഡറിങ്ങിന് വരുന്ന പുക നമ്മൾ ശ്വസിക്കുന്നതാണ്. പ്രത്യേകിച്ച് റോസിൻ്റെ സ്മോക്ക് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് നല്ല ഏത് ഫാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ CPU-ൻ്റെ ഉള്ളിൽ വരുന്ന ഫാന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് പറയണത് 3-in-1 ആണ്. അതായത് ഇതിനകത്ത് വാക്യൂം, അതായത് ഇതിൻ്റെ നമ്മളെ സ്മോക്ക് എക്സ്ട്രാക്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊരു ഫാനായിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിലൊരു LED ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും. ഓക്കെ. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഇത്. അത് നോർമലായിട്ട് വരുന്നതാണ്. അതിന്റെ ഏറ്റവും സ്ട്രോങ് കൂടിയതാണ് 2L എന്ന അവരുടെ ബ്രാൻഡിൽ തന്നെ വരുന്നതാണ്. ഇതിന്റെ വെൽഡ് ഇത് കണ്ടോ, ഇത് ഈ മെഷീൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ എവിടെയാണോ ഇരിക്കണം അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനുള്ളതാണിത്. ഇത് ഇതിൽ തന്നെ അതിന്റെ ഫോഗും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യും. പിന്നെ ഇത് അത്യാവശ്യം നല്ല പവറുള്ള മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫിൽറ്റേഴ്സ്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ട് വരികയാണെങ്കിൽ അതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 പ്രൊഡക്റ്റാണ് റിലൈഫിന്റെയും മെക്കാനിക്കിന്റെയും. ഇതെന്തോന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നേരെ മൈക്രോസ്കോപ്പിന്റെ ഈ ഒരു ഫ്രീ സ്പേസ് വരുന്നുണ്ടല്ലോ, അതെ, ഇതിൽ നേരെ കണക്ട് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആ ഫോഗ് വലിച്ചെടുക്കും. പക്ഷെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീനും ആണല്ലോ, അത് അതിനകത്ത് തന്നെ ഉണ്ട് ഫാൻ. ഇതിനുള്ളിൽ ഫാൻ വരും. നമ്മൾ ജസ്റ്റ് ഒരു സാധാ നമ്മളെ C കേബിൾ, ടൈപ്പ് C കേബിൾ കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക് സക്ക് ചെയ്യും. അതിന്റെ തന്നെ വേറൊരു മോഡലാണ്, പിന്നെ ഒന്നുകൂടി അപ്ഡേറ്റ് ആയ മോഡലാണ് ഇത്. ഇതിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുമ്പോൾ പലർക്കും മൈക്രോസ്കോപ്പിന്റെ കൂടെ ലൈറ്റ് വരുന്നുണ്ടെങ്കിലും നമ്മള് ഇതേപോലെ സൺഷൈനിന്റെ ഒക്കെ സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യല്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ ഈ ഫാനുമ്പോ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ ഡിമ്മ്, ബ്രൈറ്റ്, അങ്ങനെ നമുക്ക് 3 മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അതിൻ്റെ തന്നെ ഒന്നും കൂടി അപ്ഡേറ്റ് ആയ മോഡലാണ്. പ്ലസ് ഫാന് പ്ലസ് ലൈറ്റും കൂടി വരും. പിന്നെ ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഐഫോണിന്റെ ഇപ്പോൾ 12 മുതൽ അങ്ങോട്ട് നമുക്ക് ഏത് ഡിസ്പ്ലേ അയക്കണമെങ്കിലും ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫിന്റെ ഇഷ്യൂ വരുന്ന കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ
ഓപ്പണേഴ്സ് ആണ്. ഇത് മെക്കാനിക്കൽ വരുന്നുണ്ട്, എംആൻഡിൽ വരുന്നുണ്ട്, അതുപോലെ ഇത് മിജിങ്ങിൽ വരുന്നുണ്ട്, റിലൈഫിൽ, അതെല്ലാം ബ്രാൻഡിലുണ്ട്. പിന്നെ അതിന് നിങ്ങൾക്ക് ടാബ് ഇതൊക്കെ വലുത് ചെയ്യണതാണെങ്കിൽ 2L മാക്സ് പുള്ളർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിൽ നോർമൽ ഫോണും ചെയ്യാം, വലിയ പാഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് സ്റ്റെൻസിലോളാണ്. സ്റ്റെൻസിൽ ഇപ്പോൾ ആൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം നമ്മളെ അടുത്തുണ്ട്. ആൻഡ്രോയിഡിന്റെ ആണെങ്കിലും ഐഫോണിന്റെ ആണെങ്കിലും മാക്കിന്റെ ആണെങ്കിലും ഒക്കെ ആൾമോസ്റ്റ് എല്ലാം 2D 3D സ്റ്റെൻസിൽ എല്ലാം ഉണ്ട്. അതുപോലെ മിഡിൽ ലെയർ സ്റ്റെൻസിലുകൾ ഇപ്പൊ ഐഫോണിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മൾട്ടി ബ്രാൻഡിൽ ഇപ്പൊ മിഡിൽ ലെയർ സ്റ്റെൻസിൽ സെറ്റ് ആയിട്ട് കിട്ടും. ആൻഡ്രോയിഡിൽ അങ്ങനെയല്ല. അപ്പൊ ആൻഡ്രോയിഡിൽ നമുക്ക് ആൻഡ്രോയിഡിലെല്ലാം ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, ഹുവാവി, അതുപോലെ OnePlus, IQ, അങ്ങനെ എല്ലാ ബ്രാൻഡിന്റെയും മിഡിൽ ലെയർ സ്റ്റെൻസിലുകളൊക്കെ നമ്മളെ ലൈവ് സ്റ്റോക്ക് ഉണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ സ്റ്റെൻസിലാണ്. അതുപോലെ ഇതൊക്കെ ഐസികളാണ്. നിലവില് നമ്മളെ കയ്യില് CPU eMMC അല്ലാത്ത ആൾമോസ്റ്റ് ആൻഡ്രോയിഡ് ഐഫോണിൽ വരുന്ന എല്ലാ ഐസികളും ലൈവ് സ്റ്റോക്ക് ഉണ്ട്. അതിനിപ്പോൾ അഥവാ ഏതെങ്കിലും ലേറ്റസ്റ്റ് മോഡൽ നിങ്ങൾ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിലോ ഒരു 4-5 ഡേയ്സിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് കണക്ടർ അവൈലബിൾ ഉണ്ട്. ഇതിലിപ്പോ കുറച്ച് മോഡൽസ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഫോട്ടോ അല്ലല്ലോ ഇത് നമ്മളെന്താന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കണക്ടേഴ്സ് വെച്ചതാ. ഇതിലിപ്പോ ഒരു നമ്മളടുത്തൊരു 135ഓളം മോഡൽ V8 ടൈപ്സ് ആയിട്ട് CCകൾ നമ്മളടുത്ത് ഇപ്പൊ 135 ടൈപ്സ്, അതായത് V8 ടൈപ്സ് കൂടി ആയിട്ട് ഏകദേശം അത്ര മോഡൽസ് ഉണ്ട് നമ്മളടുത്ത് ഇപ്പൊ സ്റ്റോക്ക്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മൈക്രോസ്കോപ്പിന്റെയും ഹോട്ട് എയർ ഗണ്ണിന്റെയും ഒരു സെക്ഷനാണ്. അതേപോലെ DC ഇതുണ്ട്, നമ്മളെ DC പവർ സപ്ലൈ അവൈലബിൾ ഉണ്ട് ഇവിടെ. ഇതിലിപ്പോ നമ്മൾ നിലവിൽ നമുക്ക് ഇത്ര സ്പേസ് ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു 6-7 പീസ് ഇവിടെ വെച്ചിട്ടുള്ളൂ. പക്ഷെ നിലവിൽ നമ്മളടുത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 25+ മൈക്രോസ്കോപ്പ് ഉണ്ട്. അത് ക്യാമറ ഓപ്ഷൻ ഉള്ളത് ഇല്ലാത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു നോർമല് വരുന്ന ഒരു ആവറേജ് ഒരു 10-11 രൂപ മുതൽ സോഫ്റ്റ് ടോപ്പിന്റെ ഹൈ എൻഡ് മോഡൽ വരെ നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു ഇത് കൊടുത്തിന്, ഗീവ് അവേ കൊടുത്തിന്, SCN71 അല്ലേ സോഫ്റ്റ് ടോപ്പിന്റെ, അതുണ്ട്. പിന്നെ അതിന്റെ തന്നെ 9 6 ഒക്കെ പറഞ്ഞിട്ട്, അതായത് ഏതൊരു ടെക്നീഷ്യർക്ക് ഏത് റേഞ്ചിലുള്ള മൈക്രോസ്കോപ്പ് വേണമെങ്കിലും നമ്മളെടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല 25-30 വെറൈറ്റി ബ്രാൻഡില് വെറൈറ്റി മോഡൽസ്. അതിന്റെ ഇപ്പൊ നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മളെ സൂമിങ് വരുന്നത് 7x45 വരുന്നുണ്ട്, 7x50 വരുന്നതുണ്ട്. ഇപ്പൊ അതിന്റെ ഒന്നും കൂടി ലേറ്റസ്റ്റ് വന്നതാണ്, ഇപ്പൊ ഭയങ്കര തരംഗായി വന്നതാണ് 5.8 വരുന്നത് YCS. ഇപ്പൊ ഈ ഒരു സൂമിങ് വരുന്നില്ല, YCS ഉണ്ട്, ഫോർവേഡിലുണ്ട്, RF4 അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. അതിന്റെ കുറച്ചും കൂടി സൂമിങ് പവർ കൂടിയതാണെങ്കിലാണ് ഈ 65-75 ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മളിത് ഏത് റേഞ്ചിലുള്ള ഏത് ബ്രാൻഡിലാണെങ്കിലും ഒക്കെ ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ കണ്ടക്ടീവ് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സൂമിങ് വേണ്ടല്ലോ, അതിന് വേണ്ടി അപ്ഡേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഏറ്റവും സൂമിങ് പവറിൽ. ഇപ്പൊ നോർമല് ഒരു 1-2 വർഷം മുമ്പ് വരെ എല്ലാവരും നോർമൽ മൈക്രോസ്കോപ്പുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ മൈനർ വർക്കുകള്, അതുപോലെ CPU ജമ്പർ, കാരണം ഇപ്പൊ അപ്ഡേഷൻ കോഴ്സ് ഉള്ള കാരണം എല്ലാവരും ടെക്നീഷ്യന്മാർ ഒന്നും കൂടി അടുത്ത ലെവലിലേക്ക് അപ്ഡേഷൻ ആയി. അപ്പൊ അങ്ങനത്തെ ഉള്ളതാണ് ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ സൂമിങ് ഉള്ളത്. ഇപ്പൊ ഇതിപ്പോ ഫോർവേഡിന്റെ 65 വരുന്നതാണ്. ഇതിന്റെ YCS ഇപ്പൊ ഇതിന്റെ 75 വന്നൊക്കെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് YCS. അതേപോലെ RF4 മെക്കാനിക്. ഇപ്പൊ ഇവിടെ 2 ബ്രാൻഡേ ഉള്ളൂ, പക്ഷെ ഇതിൽ തന്നെ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ മാർക്കറ്റിലുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മൾക്ക് ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു അവസരത്തിൽ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ സൂമിങ് കിട്ടണേ, അതായത് ഏറ്റവും മൈക്രോ ജമ്പറിങ് ചെയ്യണേ, CPU ജമ്പറിങ് ചെയ്യണേ, അല്ലെങ്കിൽ കണ്ടക്ടീവ് പേസ്റ്റ് കിട്ടണേ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഏതാണ് ഷെബിയെ? ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ എൻക്വയറി ചെയ്യണതും ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നതുമാണ് YCSന്റെ 6575X എന്ന് പറഞ്ഞ മോഡൽ. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പൊ YCS ഇപ്പൊ അടുത്ത് വന്നിട്ട് ഇപ്പൊ മൈക്രോസ്കോപ്പിൽ ഭയങ്കര ട്രെൻഡിങ് ആയൊരു ഇതാണ്. അപ്പൊ ഏകദേശം ഇതേപോലത്തെ ഹെഡ് തന്നെയാണ് ഇത് വരുന്നത്. അതിപ്പോ അവിടെ സ്റ്റോക്കിൽ വെച്ചിട്ടില്ല, ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ് ടോപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഒരു നോർമൽ ആൾക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ 65-75 ഒക്കെ വരുന്നത് ആവറേജ് ഒരു 20 രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് ഇത്രയും സൂമിങ് ഉള്ള മൈക്രോസ്കോപ്പ് നമുക്ക് പ്രൈസ് വരുള്ളൂ. പിന്നെ ബ്ലോവറുകൾ ഇപ്പോ ആൾമോസ്റ്റ് ഇപ്പൊ നമ്മള് ഏറ്റവും കുറഞ്ഞ ബ്ലോവർ മുതൽ ഒരു 1000 സംതിങ് മുതൽ അങ്ങോട്ട് എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ 1000 സംതിങ്ങിന് ബ്ലോവർ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഒരു 2000 രൂപയുടെ ചോട വരുന്നതാണ് ഇതില്. അതേമാതിരി ക്യുക്കിൽ അങ്ങനെ കുറെ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഓരോ മോഡൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ.
ഇതിനൊക്കെ മൾട്ടി ബ്രാൻഡ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു മെഷീനാണ് ആ കിടക്കുന്നത് കേട്ടോ, ക്യുക്കിന്റെ 2008 പറഞ്ഞ മെഷീൻ. 2008 കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക അതിന്റെ 861 പറഞ്ഞ മോഡലാണ്. കാരണം 2 ഉണ്ട് ഇതിന്റെ അടുത്ത്. ഒന്ന് 8620W യൂസ് ചെയ്യുന്നുണ്ട്, ക്യുക്കിന്റെ 2008 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 861 കുറച്ചും കൂടിയും അപ്ഡേറ്റ് ആയിട്ടുള്ള ഇപ്പൊ സുഗോണ്ട് തന്നെ 8630 Pro 8650 Pro എന്നിട്ടുള്ള 2 മോഡൽസ് ഉണ്ട്. അത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. സുഗോൺ ഒന്നുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലേ, കുറച്ചുകൂടി ടെക്നോളജി ആഡ് ചെയ്തിട്ട്. അതിലിപ്പോ നമ്മളിപ്പോ 861 ആണെങ്കിൽ നമ്മള് ചാനൽ സെറ്റിംഗ് ഒക്കെ നമ്മള് മെഷീനറിയിലാണ് വരുന്നത്. ഇപ്പൊ സുഗോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡിൽ തന്നെ ചാനൽ സെറ്റിംഗ് ഉണ്ട്. പിന്നെ അതിന് തന്നെ 8650 Pro എന്നിട്ട് വരുന്നുണ്ട്, അതില് AI സിസ്റ്റം. അതേപോലെ ഇപ്പൊ YCS-ലും R1 Pro എന്നിട്ടൊരു മോഡൽ, അത് അത്യാവശ്യം നല്ല CPU ഇതൊക്കെ ചെയ്യാൻ പറ്റും, നല്ല ട്രെൻഡിങ്. നമ്മള് ഒരു വീഡിയോ ചെയ്തിന് കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് ഇവിടെ സ്റ്റോക്ക് ഇവിടെ വെച്ചിട്ടില്ല, ഡിസ്പ്ലേ ഇവിടെ സ്പേസ് ഇല്ലാത്തത് അത് വെച്ചിട്ടില്ല. ഈ ഒരു 2008 ഞാന് പറഞ്ഞു കൊടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇതാ അബാദ് യൂസ് ചെയ്തിട്ടുണ്ട്. അബാദ് എന്താണ് എക്സ്പീരിയൻസ് 2008-ന്റെ CPU? അത് CPU എനിക്ക് 2008 CPU ചെയ്തിട്ട് ഏതെങ്കിലും CPU ഡാമേജ് വന്നിട്ടുണ്ടോ? ഒന്നും വന്നില്ലല്ലോ. അതെ, ഒരിക്കലും CPU കത്തി പോവുക അല്ലെങ്കിൽ ഡാമേജ് അടിക്കൂല. അത് വിൻഡാണ്, സൈക്ലോൺ സാധനം വരുന്നത്. പവറും കഴിഞ്ഞാൽ പിന്നെ എല്ലാ ടെക്നീഷ്യന്മാർക്കും ഇപ്പോൾ ആവശ്യമുള്ള ഒന്നാണ് പവർ സപ്ലൈ. പവർ സപ്ലൈ ഇപ്പോൾ നമ്മളെ അടുത്ത് ഇപ്പോൾ സൺഷൈനിലുണ്ട്, സുഗോളിലുണ്ട്, കൊറാഡ് ഉണ്ട്, ഐഫോൺ ഉണ്ട്, അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. അതിൽ തന്നെ ഡിജിറ്റൽ വരുന്നത്, ഇപ്പോൾ അനലോഗ് വരുന്നത് എല്ലാം ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഈ സൺഷൈൻ, ഇതേപോലത്തെ കൊറാഡൊക്കെ. അതിൽ തന്നെ ഒരു പ്ലസ് USB പോർട്ട് വരുന്നതാണ് ഇത് സുഗോണിന്റെ. അതിൽ തന്നെ ഒന്നുകൂടി അപ്ഡേറ്റ് ആയ മോഡലാണ് ഇത്. ഇതിലിപ്പോൾ വോൾട്ട്, ആംബിയർ, വാട്ട്സ് അങ്ങനെ 3 ഓപ്ഷൻ വരും. പിന്നെ പ്ലസ് മൾട്ടി USB പോർട്ടുകൾ വരും. ഈ സൺഷൈനിന്റെ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ അപ്ഡേഷൻ വന്ന മോഡലാണ് P2 Pro എന്ന് പറഞ്ഞിട്ട്. അതിലും കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വോൾട്ട്, ആംബിയർ, വാട്ട്സ് അങ്ങനെ മൾട്ടി പോർട്ടൊക്കെ പാടെ വരുന്ന മോഡലാണിത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് മൈക്രോസ്കോപ്പ്, ബ്ലോവർ, പവർ സപ്ലൈ കഴിഞ്ഞാൽ പിന്നെ അയണോളാണ്. അയൺ ഇപ്പൊ നമുക്ക് നോർമൽ അയൺ മുതൽ ഇപ്പൊ എല്ലാ അയണോളും ലൈവ് സ്റ്റോക്ക് ഉണ്ട്. അതിലിപ്പോ OSS-ന്റെ തന്നെ ഇതൊക്കെ OSS-ന്റെ വെറൈറ്റി മോഡൽസ് ആണ്. അതുപോലെ മെക്കാനിക്കല്, 2UL-ല്, സൺഷൈനില്, പിന്നെ വരുന്നത് സുഗോണില്, അങ്ങനെ എല്ലാതും നമ്മളിതൊക്കെ എല്ലാ മോഡൽസും എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മളിത് അവൈലബിൾ ആണ്. ഒക്കെ ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പൊ ശരി, നമ്മൾ മൈക്രോസ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബ്ലോവർ എക്സ്പ്ലെയിൻ ചെയ്തു, അതേപോലെ തന്നെ DCയും എക്സ്പ്ലെയിൻ ചെയ്തു, അയണും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ നേരെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ സംഗതികൾ ഇങ്ങനെ ഗ്ലാസിനകത്തുണ്ട്. ഇതൊക്കെ എന്താണ്? ഇത് ഈ ഗ്ലാസിനകത്തിരിക്കുന്നത് മെയിനായിട്ട് ഐഫോൺ ടെക്നീഷ്യന്മാർക്കുള്ളതാണ്. ഇതിലിപ്പോൾ ഐഫോണിന്റെ ഇതൊക്കെ ഇപ്പോൾ ഐസോക്കറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡലും, അതിപ്പോൾ മിജിങ്ങിലാണെങ്കിലും ക്യുആൻലിയിലാണെങ്കിലും, ഇപ്പോൾ ക്യുആൻലിയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ വരുന്നത് 16 ആണ്. അപ്പോൾ നമുക്ക് 16 വരെയുള്ള എല്ലാതും, അതിപ്പോൾ ക്യുആൻലിയിലാണെങ്കിൽ ക്യുആൻലിയിൽ, മിജിങ്ങിൽ, അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ്. പിന്നെ അതിന് നേരെ എടുത്ത് വന്നാൽ ഇത് മിഡിൽ ലെയർ സ്റ്റെൻസിലോളാണ്. ഒരു സെക്കൻഡ് ഉണ്ടോ, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്തതിന്. ഐസോക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാൻഡ്വിച്ച് ബോർഡ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക്, വൈഫൈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ലെയർ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഐസോക്കറ്റ് എന്ന് പറയുന്നത്. അത് അറിയാത്ത ആൾക്കാർക്കാണ് ചിലപ്പോൾ മേ ബി ഐസോക്കറ്റ് എന്ന് പറയുന്നത്. ഐസോക്കറ്റ്, ഐബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഐസോക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ബോർഡ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ചെറിയൊരു മെഷീനറിയാണ്. ഓക്കെ. പിന്നെ വരുന്നത് ഇപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് സെപ്പറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് മിഡിൽ ലെയർ റീബോൾ ചെയ്യാറുള്ളത്. അതിലിപ്പോൾ അമോയി, മിജിങ്, JTX അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. ക്യുആൻലി, മെക്കാനിക്, അങ്ങനെ X to 60 വരെ വരുന്ന എല്ലാ ബ്രാൻഡ്, റിലൈഫ്, അങ്ങനെ എല്ലാതിലും ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ പുതിയതായി വന്നൊരു സാധനമാണ് ഇത്. ഇത് നമ്മളെ ബോർഡ് സ്വാപ്പ് ചെയ്യുമല്ലോ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ബോർഡ് സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇതാക്കുന്നത് 3 IC-കളാണ്. അതായത് ഒന്ന് CPU, ബേസ്മെന്റ് CPU, പിന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, അതേപോലെ EEPROM ഉണ്ടാവും. അത് ഇപ്പൊ നമുക്ക് ഇത് തന്നെ ഒരൊറ്റ ഒന്നിൽ വെച്ചിട്ട് തന്നെ ഇപ്പൊ ഇത് മാഗ്നറ്റിക് പ്ലാറ്റ്ഫോം അടക്കം വരും. നമ്മൾ മിഡിൽ ലെയറും ഒക്കെ ചെയ്യാന്ന് പറയില്ല, മാഗ്നറ്റിക് പ്ലാറ്റ്ഫോം അടക്കം വരുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒന്നിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം, ഒറ്റ വൺ ടൈമിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് ഇപ്പൊ നമ്മള് ഐഫോണിന്റെ പറഞ്ഞല്ലോ, അതില് കൂടുതൽ വരുന്നപ്പോ നമ്മള് ഇയർപോഡ് ചെയ്യണ അതിന്റെ സ്റ്റാൻഡുകൾ ഇപ്പൊ എല്ലാ ബ്രാൻഡിലും ഉണ്ട്.
പിന്നെ ഇപ്പോൾ CPU ചെയ്യാൻ ഇതാണ് വരുന്നത്. ഇപ്പൊ നമ്മള് 60 Pro Max വരെയുള്ള CPU മാഗ്നറ്റിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യാനുള്ളതാണിത്. ഇതുകൊണ്ട് അതേപോലെ ഇവിടെ അമോയിന്റെ ഇതൊക്കെ മിഡിൽ ലെയർ ഇത് CPU അല്ല, അത് CPU, ഇതൊക്കെ മിഡിൽ ലെയർ ആണ്. പിന്നെ CPU വരുന്നത് ഇതാണ് ആൻഡ്രോയിഡിന്റെ, നമുക്ക് ക്വാൽകോം, മീഡിയാടെക്, എക്സിനോസ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത്. ഇതിൽ ഏകദേശം ഒരു 25 മോഡൽസോളം CPUന്റെ സ്റ്റെൻസിലുകൾ വരും. അതിൽ ഹുവാവി ആണെങ്കിലും ഇപ്പൊ മീഡിയാടെക്, ക്വാൽകോം, എക്സിനോസ് എല്ലാം മിക്സ് ആയിട്ട് വരും. ഞാൻ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നമ്മൾ 2D സ്റ്റെൻസിൽ 3D സ്റ്റെൻസിൽ എന്ന് പറയും. 3D സ്റ്റെൻസിൽ അറിയണത് ആ ഒരു കട്ടിങ് കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ 3D സ്റ്റെൻസിൽ പറയും. 3D സ്റ്റെൻസിലിന്റെ അതേ കാറ്റഗറിയിൽ പെടുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു മാഗ്നറ്റിക് സ്റ്റെൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ 2Dയിലാണ് മാസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷേ നമ്മൾ പഠിച്ചൊരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2Dയിൽ ചെയ്യണമെന്നില്ല. കാരണം ഇത് ഈ 2Dയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓവറായിട്ട് PPD ഫ്ലോ ആവുക, അങ്ങനെ ഓവർ ബബിൾസ് പുറത്ത് വരിക, അതേപോലെ തന്നെ ബൾജായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് വൺ ഷോട്ടിൽ വൺ ടൈമിൽ നിങ്ങൾക്ക് CPU റീബോളിങ് സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൻസിൽ യൂസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ മാഗ്നറ്റിക് സ്റ്റെൻസിൽ. ഞാൻ സത്യം പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് മിജിങ്ങിന്റെ ഈ ഒരു സ്റ്റെൻസിലും അമോയിന്റെ ഒരു സ്റ്റെൻസിലും വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബോക്സിലാണ് വരുന്നത്. അതുകൊണ്ട് നേരത്തെ മുന്നേ ഇതേപോലെ ചോദിച്ചത് ഈ രണ്ട് സാധനമാണ്. ഈ അമോയിന്റെ ഏകദേശം ഒരു 4 വർഷത്തിന്റെ മേലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. മിജിങ്ങിന്റെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മിജിങ്ങും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഷെബി ഇനി അടുത്തത് ഇപ്പോ iPhone X മുതൽ അങ്ങോട്ട് എല്ലാവർക്കും അറിയാം സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത്. അത് സപ്രഷൻ ചെയ്യാനുള്ളത്. അതിലിപ്പോ മുമ്പ് അനസന്റെ ചെയ്ത ബ്രാൻഡാണിത് XZZ. L2023. ഇതിൽ തന്നെ ഇപ്പൊ ആൻഡ്രോയിഡും വരുന്നുണ്ട്, ഐഫോണും വരുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ X to 60 വരെ, പ്ലസ് ഐഫോണിന്റെ ഒരു 20-25 മോൾഡ്. അതിലിപ്പോ മിക്സ് ആയിട്ടാണ്. അതായത് സാംസങ് ആണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ മിഡിൽ ലെയർ സ്റ്റെൻസിലിന്റെ കേസ് പറഞ്ഞ പോലെ എല്ലാതും മിക്സ് ആയിട്ട് വരും. അതിൽ തന്നെ ഇപ്പോ ഈ ഒരു ബ്രാൻഡ് വരുന്നുണ്ട്, പിന്നെ മെക്കാനിക് വരുന്നുണ്ട്, പിന്നെ IQCയിൽ വരുന്നുണ്ട്. അതിൽ തന്നെ AI സിസ്റ്റം കൂടി ഉള്ളതാണിത്. പിന്നെ മിജിങ്, ഇത് കോമൺ ആയിട്ട് കുറെ ആൾക്കാർ ചെയ്യണതാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണതാണ് ഈ WL. ഇതെന്താന്ന് വെച്ചാല് ഇത് നമ്മളെ മിഡിൽ ലെയർ മാത്രം ചൂടാവുള്ളൂ. ഇതിപ്പോ 16 വരെ ഉള്ള മോൾഡോട് വരുന്നതാണ്, ഫുൾ സെറ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഞാനൊരു കാര്യം പേഴ്സണലായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇത്ര സാധനം ഉണ്ടല്ലോ, ഇത്ര സാധനങ്ങളൊരു സ്പേസ് ശരിക്കും ഈ ഒരു ബോക്സിനകത്തുണ്ട്. ഇതൊന്നും എടുക്കാൻ പറ്റുമോ? L2023 ഇതിനകത്ത് കണ്ടോ, ഇതിനൊക്കെ സെപ്പറേറ്റ് ഓരോ മോഡലിലും ഓരോ മെഷീനിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ ഒരു സാധനത്തിനകത്ത് ഇതിൽ കംപ്ലീറ്റ് ഉണ്ട്. ഈ ഒരു ബോക്സിനകത്ത് ഇത്ര സാധനങ്ങൾ ഈ ഒരു ബോക്സിനകത്തുണ്ട്. ഞാൻ പേഴ്സണലി ഇപ്പോൾ ഞാൻ WL ഒഴിവാക്കിയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടോ, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഉണ്ടാവും. ഞാൻ WL ഒഴിവാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് L2023 എന്ന ഈ ഒരു മോഡൽ. ഞാൻ 100% ഹാപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ. മെയിനായിട്ട് സ്പേസിൻ്റെ ഒരു ഇതാണ്, കുറഞ്ഞ സ്പേസ് മതി ഇത് വെക്കാൻ. പിന്നെ നിങ്ങൾ നേരത്തെ മുന്നേ പറഞ്ഞല്ലോ ലെയർ മാത്രം സൈഡ് മാത്രം ഇതാവാന്നുള്ളത്. അത് നമ്മളൊരു കൺട്രോളാണ്, ടെമ്പറേച്ചർ കൺട്രോളാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് L2023 എന്നുള്ളത്. അത് ഓരോരുത്തരുടെ കോൺഫിഡൻസ് ലെവൽ നോക്കിയിട്ടാണ്. ഇപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബാക്കിയുള്ള ഈ ഒരു WL എന്താണ് ഇത്ര പ്രൈസും അതുപോലെ സ്പെഷ്യലായി നിൽക്കാൻ കാണിച്ചാൽ അതിന്റെ മിഡിൽ ലെയർ മാത്രമേ ചൂടാവുള്ളൂ. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ സെപ്പറേറ്ററും ആണെങ്കിലും അത് അതിന്റെ അടിയിലുള്ള കോയിൽ ചൂടായിട്ട് ആ പ്ലാറ്റ്ഫോം മൊത്തം ചൂടായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന് കുറച്ച് പ്രത്യേകത കൂടുതൽ. പിന്നെ നമുക്ക് വാച്ച് സോഫ്റ്റ്വെയർ ചെയ്യാനുള്ളതാണെങ്കിലും പിന്നെ അതുപോലെ JCIയുടെ പ്രൊഡക്ട്സ് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. V1SC, V1S Pro, നമ്മളെ നാൻഡ് പ്രോഗ്രാമിങ്ങിന്റെ. അതുപോലെ ഇപ്പോൾ ബാറ്ററി ആണെങ്കിലും ഫേസ് ID ആണെങ്കിലും ഇപ്പോൾ അങ്ങനെ എല്ലാ ട്രൂട്ടോൺ ചെയ്യാനുള്ളത് അതിന്റെ എല്ലാ ഇത് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ അതിന്റെ ബോർഡുകളാണെങ്കിലും ടാഗുകളാണെങ്കിലും എല്ലാം ടാഗൊക്കെ അവൈലബിൾ ആണ്. ടാഗൊക്കെ ലൈവ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പൊ നമ്മള് V1SC ആണെങ്കിലും V1S Pro ആണെങ്കിലും ഇപ്പൊ ബാറ്ററിയുടെ ടാഗ് ചെയ്യാനുള്ള ബോർഡുകൾ, അത് ഫേസ് ID വരുന്നുണ്ട്, ഡിസ്പ്ലേ ട്രൂട്ടോൺ വരുന്നുണ്ട്, ബാറ്ററി ട്രൂട്ടോൺ വരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പൊ എല്ലാം ലേറ്റസ്റ്റ് മോഡൽ ഇപ്പൊ 16 അടക്കം വരുന്ന എല്ലാ ബാറ്ററി ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എല്ലാതും നമ്മളടുത്ത് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് M&ന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, പലർക്കും അറിയുണ്ടാവും. നമ്മള് ഐസിയുടെ ഒക്കെ ഗമ്മ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. നമ്മളിതിൽ IC ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഡിഗ്രി ആണോ വേണ്ടത് അതിൽ ടെമ്പറേച്ചറിൽ ഇട്ടതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാം. ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് ഇതാക്കിയതിനു ശേഷം നമ്മളിത്
സി കേബിളാണ്. ഇത് കൊടുത്തിട്ട് നമുക്ക് എത്ര ടെമ്പറേച്ചർ ആണോ വേണ്ടി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഗമ്മൊക്കെ ക്ലീൻ ചെയ്യാൻ, CPU-ന്റെ റാമിന്റെ ഒക്കെ ഗമ്മ് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒന്നും കൂടി ഇതിനകത്ത് 160 180 190 200 ഇതൊക്കെ ടെമ്പറേച്ചർ ആണല്ലേ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാറുന്നുണ്ടാവില്ലേ. ഇതാക്കിയിട്ട് സിമ്പിൾ ആയിട്ട് ഇതില് നമ്മൾ സാധാരണ IC സ്റ്റാൻഡ് യൂസ് ചെയ്യുന്ന മാതിരി ഇതില് നമ്മൾ ഇത് IC വെച്ചതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഒരു കുഞ്ഞി പ്രീ ഹീറ്റർ അല്ലേ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ചതല്ലോ, മിജിങ്ങിന്റെ MS1 എന്ന് പറഞ്ഞ പ്രീ ഹീറ്റർ കാണിച്ചു തന്നു. അതെ, അതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ XZZല് ഇതുപോലെ ആൻഡ്രോയിഡിന്റെ മോൾഡുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മിജിങ്ങിന്റെ കൂടെ വരുന്ന മോൾഡുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതിപ്പോ നിലവിൽ ഇന്ത്യയിൽ സാംസങ്ങിന്റെ മോൾഡുകളാണ് സ്റ്റോക്കുള്ളത്. അത് S21 മുതൽ S24 അൾട്രാ വരെയുള്ള എല്ലാ മോഡലുകളും അവൈലബിൾ ഉണ്ട്, റെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ചിലവരൊക്കെ പ്രീ ഹീറ്റർ അതുപോലെ നമ്മൾ മിഡിൽ എയർ സ്റ്റെൻസിലൊക്കെ മാഗ്നറ്റിക്കുള്ള യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സാധനം. ഇപ്പോൾ ആൻഡ്രോയിഡിന്റെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഐഫോണിന്റെ പോലെ മാഗ്നറ്റിക് പ്ലാറ്റ്ഫോം മിഡിൽ എയർ ചെയ്യാനുള്ളതൊന്നും കിട്ടൂല. അതുപോലെ നമ്മൾ സാധാ നോർമൽ സ്റ്റെൻസിൽ CPU ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ട്യൂസറായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇളകുമ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് റീബോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബ്ലോവറും ട്യൂസറൊക്കെ അവിടെ പിടിക്കാൻ നമുക്ക് കൺട്രോൾ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ അത് ഇതൊരു മാഗ്നറ്റിക് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സ്റ്റെൻസിൽ ഇത് വെച്ചാൽ കറക്റ്റ് ടൈം ഇരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിപ്പോൾ 2L വരുന്നുണ്ട്, റിലൈഫ്, M&, മിജിങ്, അങ്ങനെ എല്ലാ ബ്രാൻഡിലും അത് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇത് ക്യാമറന്റെ ഗ്ലാസ് റിമൂവ് ചെയ്യണ ടൂളല്ലേ. ഇത് ക്യാമറ നമ്മളെ ബാക്ക് ഗ്ലാസ് ഒക്കെ മാറ്റുന്ന സമയത്ത് നമ്മള് അതിന്റെ ക്യാമറയുടെ സൈഡിൽ വരുന്ന റിംഗ് ഉണ്ടല്ലോ, ഒരു മെറ്റൽ ഫ്രെയിം, അത് റിമൂവ് ചെയ്യാനുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ മിക്കവാറും ആൾക്കാര് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബിഗ് ഹോൾ യൂസ് ചെയ്യും. ബിഗ് ഹോൾ ക്യാമറ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ബിഗ് ഹോൾ യൂസ് ചെയ്യും. പക്ഷെ ബിഗ് ഹോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറന്റെ സൈഡിൽ വരുന്ന ഗ്യാപ്പ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. ഇതിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ക്യാമറന്റെ മൊഡ്യൂൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ വിത്ത് ക്യാമറ വരുന്ന ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ എന്തൊക്കെയല്ല ശരിയാ. പിന്നെ ഇപ്പൊ ഈ നമ്മളിതിൽ വരുന്നത് നമ്മളെ സ്റ്റെൻസിൽ സ്റ്റാൻഡാണ്. ടേബിളില് നമ്മളിപ്പോ ഈ സ്റ്റെൻസിലുകൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പരന്ന് കിടക്കല്ലോ, അത് ഒതുക്കി വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണിത്, സ്റ്റെൻസിൽ വെക്കാനുള്ള. ഇതൊക്കെ ശരിക്കും വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ അതിന്റെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ആയ മോഡലാണിത്. കുറച്ചൊക്കെ ടേബിള്, സ്ക്രൂ ഡ്രൈവർ പ്ലസ് സ്റ്റെൻസിൽ അത്യാവശ്യം നല്ല വൃത്തി വേണം, ടേബിള് വൃത്തി വേണം. എല്ലാരും അങ്ങനത്തെ ആൾക്കാർ അപ്പൊ അവനവന്റെ വർക്കൊക്കെ ലൈവ് വീഡിയോ ചെയ്യണം. അതെ, അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനും വേറൊരാള് വീഡിയോ കാണുമ്പോ നമ്മളെ വൃത്തിയൊക്കെ വേണ്ടിയിട്ടും അതുപോലെ അതിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഷെബിനെ നേരത്തെ പറഞ്ഞു പണ്ടത്തെ ആൾക്കാർക്ക് വേണ്ടിയിരുന്നത് ഈ ഒരു ടൈപ്പ് കുറഞ്ഞ സൂമിങ്ങിലായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കൂടിയ സൂമിങ്ങിലേക്ക് വേണം. അപ്പോൾ ഒന്നുകൂടി അഡ്വാൻസ്ഡായി വരുന്ന സമയത്ത് നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിൻ പ്ലേറ്റിങ്, അതായത് ഇതിൻ്റെ സ്റ്റെൻസിലുകൾ ഉപയോഗം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൂടുതൽ തിരയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനകത്ത് തന്നെ എടുക്കുക, അതിലേക്ക് തന്നെ വെക്കുക. അതിനുള്ളൊരു സ്റ്റാൻഡാണ്, ഒരു കുഞ്ഞ് സ്റ്റാൻഡ്, നൈസാണ്. ഇതാകുമ്പോൾ ഇതിനകത്ത് സ്ക്രൂ ഡ്രൈവർ വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മളെ വീഡിയോ ഇപ്പൊ തന്നെ കുറെ ലോങ് ആയി. അപ്പൊ നമ്മൾ കുറെ ഈ സംഗതികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ തുടക്കത്തിൽ എന്താ പറഞ്ഞത് ഒടുക്കത്തിൽ എന്താ പറഞ്ഞതില്ലേ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് നമുക്കിപ്പോ ഓരോ സാധനത്തിനും ഇപ്പൊ നിങ്ങൾ വിളിക്കുക, അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരിക, ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി എന്താണ് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടെ ഉള്ളപ്പോ സ്റ്റെൻസിലാണെങ്കിലും നമ്മളെ ടൂൾസ് ആണെങ്കിലും മെഷീനറീസ് ആണെങ്കിലും എല്ലാം അതിൻ്റെ സെപ്പറേറ്റ് PDF ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മളത് ലൈവ് സ്റ്റോക്കുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് തന്നെ എടുക്കാം നമുക്ക്. ഇപ്പോൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറിലാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലൈറ്റ്, ലെൻസ്, അതിൻ്റെ മാറ്റോള്, അതിൻ്റെ സ്റ്റാൻഡോള്, അങ്ങനെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആ ഒരു ഫോൾഡറിൽ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞില്ല 20-25 മോഡൽ മൈക്രോസ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറിൽ എല്ലാം അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഷോപ്പിലുള്ള ഓൾ പ്രൊഡക്ട്സ് അതിൻ്റെ എല്ലാം അതിൻ്റെ സെപ്പറേറ്റ് അതിപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ വേറെ, ബ്ലോവറിൻ്റെ വേറെ, അയേണിൻ്റെ വേറെ, അങ്ങനെ സെപ്പറേറ്റ് PDF നമ്മളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ICDയും
സ്റ്റെൻസിലിന്റെയും ഇതേപോലത്തെ PDF നമ്മളത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്ക് PDF തുറക്കുക, നമ്മളെ വേണ്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലും നോട്ട് ചെയ്യുക. ഇതിനെന്തെങ്കിലും ഇങ്ങനെ കോഡ് എന്തെങ്കിലും കോഡ് കാര്യങ്ങളുണ്ടോ? കോഡല്ല, എല്ലാ ഇതിന്റെയും ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മൈക്രോസ്കോപ്പ് ഇന്ന ബ്രാൻഡിൽ ഇന്ന മോഡൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ജസ്റ്റ് അതിന്റെ മോഡൽ നോക്കുക, നിങ്ങൾക്ക് വേണ്ട എന്താണെന്നില്ല അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ അവൈലബിലിറ്റിയും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതും ഇനി എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ടോ കുറവുണ്ടോ എല്ലാ സംഗതിയും ഈ ഒരു PDF നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ PDF എങ്ങനെ കിട്ടുക? ഈ PDF ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യുന്നത്? 2 വാട്സപ്പ് നമ്പർ ഉണ്ട്. ഒന്ന് വരുന്നത് 8078 571 808. വേറെ ഒന്ന് വരുന്നത് അൻവർക്കാട് നമ്പറാണ് 98 46 45 45 06. ഈ 2 നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ അവൈലബിൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ടൂൾസിന്റെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ ആൾക്കാർ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണത്. പുതിയ ഷോപ്പ് ഓപ്പണിങ്ങിന്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നല്ല സംശയങ്ങൾ ഡൗട്ട് വരും. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തു, പിന്നെ നമ്മൾ ചിലപ്പോൾ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസമൊക്കെ ആവും സാധനങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ പലതും മിസ്സിങ് ഉണ്ടാവും. ഒരു നമ്മൾ ഉദ്ഘാടനത്തിന്റെ ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ ഐറ്റംസ് ഒക്കെ അതിൽ മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു PDF നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയില്ല, ഒരു മൈക്രോസ്കോപ്പ്, ബ്ലോവർ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു PDF ഉണ്ടാവും. നമുക്ക് ഓരോന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. എന്തൊക്കെയാണ് മിസ്സിങ് നോക്കിയിട്ട് നമുക്ക് അതിൽ ക്ലിയർ ആക്കാൻ കഴിയില്ലേ? അതാണ് ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. പ്രത്യേകിച്ച് ഷോപ്പ് ഓപ്പണിങ്ങിന്റെ സമയത്ത് നമുക്ക് ആകെ ധൃതിയൊക്കെ അറിയാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്തൊക്കെ സാധനം വാങ്ങാനുണ്ടെന്നില്ല ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PDF നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ബാക്കി ഉണ്ടെന്നില്ല ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഏതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. ജസ്റ്റ് PDF ആണെന്നുണ്ടെങ്കിൽ PDF ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ പോരെ. കൂടുതൽ ജസ്റ്റ് PDF മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ വാട്സപ്പ് നമ്പറിലേക്ക് ഇവരെ PDF വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ തന്നെ ഞാനൊരു ലിങ്ക് ആയിട്ടും അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഈ ഒരു സ്ഥാപനത്തിലേക്കാണ്, ഇങ്ങനല്ല ഒരു ടൂൾസിന്റെ സ്ഥാപനത്തിലേക്കാണ് അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്ന സമയത്ത് എൻ്റെ ഒരു ഫോളോവർ എന്നോട് ചോദിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ അവിടെ പോയി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾ ചോദിച്ചിരുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി, അതായത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്, മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും. ഓൾറെഡി ഇവർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണോ അയക്കാറ്, അല്ലെങ്കിൽ അങ്ങനെ ബോക്സ് സീൽഡ് ആയിട്ടാണോ അയക്കാറ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുക. അതേപോലെ തന്നെ ഇൻ കേസ് ഇവിടുന്ന് ചെക്ക് ചെയ്യുന്ന സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളെ കണ്ണിൽ കാണാതെ അവിടെ എത്തിയതിന് ശേഷം അവിടെ കാണുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശരി, അപ്പോൾ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇവിടുന്ന് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണോ കൊറിയർ അയക്കാറ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? നമ്മൾ മെയിൻ മെഷീനറീസ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് QC അടിച്ചിട്ട്, അതായത് നമുക്ക് കൊറിയർ വന്നാൽ തന്നെ നമ്മൾ ഇവിടുന്ന് പവർ സപ്ലൈ ആണെങ്കിലും ബ്ലോവർ ആണെങ്കിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഗോഡൗണിൽ തന്നെ സ്റ്റോർ ചെയ്യുക. പിന്നെ ഇപ്പോൾ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അയക്കുന്ന സമയത്തുള്ള ലൈവ് വീഡിയോ കാര്യങ്ങളോ വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. പിന്നെ ഇപ്പോൾ ഇതുപോലൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ സീൽഡ് വരുന്നത് നമ്മളിപ്പോൾ ഇതാണെങ്കിലും മൾട്ടിമീറ്റർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഐറ്റംസ്, അതൊക്കെ കമ്പനി സീൽഡ് വരുന്നതാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യാതെ തന്നെ കസ്റ്റമർക്ക് വിടുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഇവിടുന്ന് നമ്മൾ കൊറിയർ അയച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെക്കിംഗ് വാറണ്ടി എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. ചെക്കിംഗ് വാറണ്ടി നമുക്ക് നമ്മളെല്ലാ പ്രൊഡക്ട്സിനും കൊടുക്കാം. അതുപോലെ ഇനി അവർക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഭാവിയിൽ വരികയാണെങ്കിൽ നമുക്ക് സർവീസ് സപ്പോർട്ടും കൊടുക്കാം. അതിന് ഇത്ര പീരീഡ് ഒന്നുമില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പൊ 1 ഇയർ അങ്ങനെ ഇല്ല, വാങ്ങിയിട്ട് നമുക്കിപ്പോ വിത്ത് OCM മെഷീൻ അടക്കം നമുക്ക് സർവീസ് വാറണ്ടി എന്നുള്ള രൂപത്തിൽ ഉള്ളത് വരുന്നുണ്ട്. ഇപ്പൊ OCM മെഷീൻ ഒക്കെ 1 ഇയർ സർവീസ് വാറണ്ടി വരുന്നുണ്ട്. ഇപ്പൊ അല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പൊ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് സർവീസ് ചെയ്യാം. അതെന്താ വെച്ചാല് നമുക്ക് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയ കാരണം പാർട്സിന് എന്തെങ്കിലും അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആവും. അല്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു 1 or 2 days തന്നെ ഇവിടുന്ന് ഫിക്സ് ചെയ്തിട്ട് അയക്കാൻ സൗകര്യം ഉണ്ട് അല്ലേ? അതായത് നിങ്ങൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ ഭാവിയിൽ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും മെഷീനറീസ് ആണല്ലോ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ടൂൾ ഫിക്സ് പ്രോ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നതാണ്. ഇപ്പോൾ പാർട്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് മേ ബി ചില പാർട്സിന്റെ അതിന്റെ ബോർഡോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇമ്പോർട്ട് അഗൈൻ ചൈനയിൽ നിന്ന് വരേണ്ടി വരും, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് വരേണ്ടി വരും. അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും. അല്ലാത്ത പക്ഷം 1 or 2 days തന്നെ
നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്ത് തരുന്നതാണ് ഇവിടുന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമൻറ്റ് രൂപത്തിലായിട്ട് പറയുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇനി അടുത്തത് ഏത് ഷോപ്പിൻ്റെ, ഏത് സർവീസ് സെൻറ്ററിൻ്റെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമില്ലെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ താഴെ എഴുതാവുന്നതാണ്. ഞാൻ അതനുസരിച്ചിട്ട് ഇവരോട് ചോദിക്കും.